ഹായ് ഫ്രണ്ട്സ്, SSLC +1 ആൻഡ് +2 എക്സാംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് വാല്യുവേഷൻ്റെ റിസൾട്ടാണ്. വാല്യുവേഷൻ ഏപ്രിൽ 3-ാം തീയതി ആരംഭിക്കും. SSLCയുടെ വാല്യുവേഷൻ ഏപ്രിൽ 20 കംപ്ലീറ്റ് ആവും എന്നാണ് അറിയുന്നത്. എന്തായാലും മെയ് 2nd വീക്കിനുള്ളിൽ റിസൾട്ട് വരും. ഒരുപക്ഷെ അത് ഫസ്റ്റ് വീക്കിലും വന്നേക്കാം. മെയ് 5-നൊക്കെ മുന്നേ റിസൾട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മെയ് ആദ്യ വാരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2ാം വാരത്തിനുള്ളിൽ SSLCയുടെ റിസൾട്ട് ഉണ്ടാവും. SSLCയുടെ റിസൾട്ട് വന്നിട്ടാണ് +2 റിസൾട്ട് വരിക. എന്തായാലും മെയ് മാസം തന്നെ, മെയ് മാസം 3ാം വാരം, ചിലപ്പോൾ 3ാം വാരം ആവില്ല, 2ാം വാരം 2ാം ആഴ്ച 2nd വീക്കിൽ തന്നെ വന്നേക്കാം. അതും കഴിഞ്ഞ് മെയ് ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിലോ ഒക്കെ, അല്ലെങ്കിൽ ജൂൺ മാസമേ +1ൻ്റെ റിസൾട്ട് വരും. ആദ്യം SSLCയുടെ, പിന്നെ +2ൻ്റെ, പിന്നീട് ജൂൺ ഫസ്റ്റോടുകൂടി +1കാർ +2ലേക്ക് എത്തി +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ജൂൺ മാസം തന്നെ +1ൻ്റെ റിസൾട്ട് വരും. ചിലപ്പോൾ മെയ് ലാസ്റ്റിലും വന്നേക്കാം. 2 വർഷം മുന്നേ ജൂൺ 1-ന് ക്ലാസ്സിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മെയ് ലാസ്റ്റ് ഡേ +1ൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് അറിഞ്ഞിട്ടാണ് അവർ +2 ക്ലാസ്സിലേക്ക് വന്നിരുന്നത്. അങ്ങനെയും ഉണ്ടായിരുന്നു. എന്തായാലും SSLCയുടെ റിസൾട്ട് ഡേറ്റ് തന്നെ ഏകദേശം ഫിക്സ് ചെയ്തിട്ടാണ് വാല്യുവേഷൻ ഷെഡ്യൂൾ ചെയ്യുക. പക്ഷേ +2ൻ്റെയും +1ൻ്റെയും വാല്യുവേഷൻ അങ്ങനെ ഫിക്സ് ചെയ്ത് നടത്താൻ പറ്റില്ല. കാരണം +2ൻ്റെ ഡബിൾ വാല്യുവേഷനൊക്കെ നടക്കാനുണ്ട്. ഡബിൾ വാല്യുവേഷനിൽ 2 വാല്യുവേഷനിൽ മാർക്ക് നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ 3rd വാല്യുവേഷന് പോകും. അപ്പോൾ അതൊന്നും കട്ട് ആൻഡ് റൈറ്റ് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. വാല്യുവേഷൻ കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് റിസൾട്ട്, ആദ്യം +2 പേപ്പേഴ്സാണ് വാല്യൂ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി മറ്റ് ടാബുലേഷൻ പ്രോസസ്സും ഗ്രേസ് മാർക്ക് എല്ലാം കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ റിസൾട്ടിൻ്റെ കാര്യം നോക്കും. കാരണം +2 കുട്ടികൾക്ക് പിന്നെ ഡിഗ്രി അഡ്മിഷനൊക്കെ വേണ്ടതാണല്ലോ. എന്തായാലും ഏപ്രിൽ 3-ന് വാല്യുവേഷൻ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ ടീച്ചേഴ്സിനും വാല്യുവേഷൻ ഡ്യൂട്ടി ഉണ്ട്. അതിനുശേഷം SSLCയുടെ റിസൾട്ട് വരും, +2 റിസൾട്ട്, പിന്നെ +1 റിസൾട്ട്. എന്തായാലും നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SSLC +2 റിസൾട്ട് കൂടെ +1 റിസൾട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന വിധം സന്തോഷപ്രദമായൊരു റിസൾട്ട് ഉണ്ടായിരിക്കട്ടെ എന്ന്. എന്നിട്ട് നെക്സ്റ്റ് കോഴ്സിന്, നമ്മൾ ആഗ്രഹിച്ച കോഴ്സിന് പോകാൻ തന്നെ നമുക്ക് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.